ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജാണ് വണ്ടി. ജനറൽ സർവീസായിട്ടാണ് കയറിയാണ്. ജനറൽ സർവീസും ഫുൾ ചെക്കപ്പായിട്ടാണ് കയറിയാണ് കേട്ടോ. അപ്പം നിലവിൽ നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക്, ക്ലച്ചിൻ്റെ ഭാഗം, എയർ ഫിൽട്ടർ, അതേപോലെ തന്നെ കേബിളുകളുടെ ഓപ്പറേറ്റിങ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ ഭാഗവും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ലൈനർ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാനാണ്. നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈനർ തന്നെയാണ്, ഹീറോൻ്റെ ഒറിജിനൽ ലൈനർ തന്നെയാണ്. നമുക്കത് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അത്യാവശ്യം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ആ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം. ഗ്രീസ് ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. എയർ ഫിൽറ്റർ നോക്കുമ്പോൾ എയർ ഫിൽറ്റർ ഫുള്ള് പൊടിയാണ്. അപ്പോൾ ഇത്രയും ബ്ലോക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് മൈലേജിൽ വ്യത്യാസം വരും. അതേപോലെ തന്നെ പിക്കപ്പിലൊക്കെ ഒരുപാട് വ്യത്യാസം വരും. ശരിക്കും പറഞ്ഞാൽ എയർ ഫിൽറ്റർ അത്രയ്ക്കും നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യണം. അതുകൂടാതെ നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിക്കുന്നുണ്ട്. അത് ക്ലച്ച് ചെക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി CVT ക്ലച്ചാണ് സ്കൂട്ടർ മോഡൽ വണ്ടികളിൽ, അതറിയാലോ. നമുക്ക് ഓരോ 10,000 കിലോമീറ്റർ കൂടുമ്പോഴും അതല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ ഈ ക്ലച്ച് അഴിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് ചെക്ക് ചെയ്യണം. ഗ്രീസിങ്, ചണത്തിൻ്റെ ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യണം. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യണം. അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ജനറൽ സർവീസിലും, നമുക്കിവിടെ ജനറൽ സർവീസ് ചെയ്യുമ്പോൾ ക്ലച്ച് ഗ്രീസിങ് അടക്കമാണ് നമ്മളതിനകത്ത് ചെയ്തു പോണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അയച്ചതാണ്. നമുക്കതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമുക്ക് 33,000 കിലോമീറ്ററോളം ഓടിയേക്കണതാണ്. അപ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്കൊക്കെ നോക്കുമ്പോൾ ചെറിയൊരു പൊട്ടൽ പോലെയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ ഈ സൈഡിലൊക്കെ ചെറിയൊരു പൊട്ടൽ ഇച്ചിരി ഡീപ്പായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂട്ടത്തിൽ കൂടെ മാറ്റുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ അതായിരിക്കും. കൈയോടെ നമുക്കത് ആ രീതിയിൽ തന്നെ മാറ്റി പോകണമായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ വർക്കിംഗ് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. നിലവിൽ പ്രോബ്ലമൊന്നുമില്ല. പെർഫോമൻസൊക്കെ പക്കയാണ്. പിന്നെ അതേപോലെ തന്നെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ, ആ വന്ന യൂണിറ്റാണത്. അതിൻ്റെ ആയാലും തേയ്മാന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോർമൽ ഒരു 30,000 കിലോമീറ്റർ ഓടി വണ്ടിയുടെ വെച്ച് നോക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള തേയ്മാനങ്ങളൊക്കെ ഉള്ളൂ. കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന കണ്ടീഷനൊന്നും ആയിട്ടൊന്നുമില്ല. അപ്പോൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ ബെൽറ്റൊക്കെ വർക്ക് ചെയ്തിട്ട് നല്ല രീതിയിൽ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട് ക്ലച്ചിനകത്ത്. എനിക്ക് തോന്നുന്നു അത് പ്രോപ്പറായിട്ട് നമ്മളത് ഇടയ്ക്ക് അഴിച്ച് ക്ലീനിങ് ഒന്നും നടത്തുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഏകദേശം കറക്റ്റായിട്ട് ചെയ്ത് പോകണം ഇത്രയും പൊടിയൊന്നും ഇതിനകത്ത് വരില്ല. കറക്റ്റ് സർവീസിൽ ക്ലച്ചൊക്കെ അഴിച്ചാണ് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ ഇത്രയും പൊടിയൊന്നും നമുക്ക് ഇതിനകത്ത് വരില്ല. അപ്പോൾ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ബാക്കിലെ CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ട്, ആ പുള്ളി പോലെ വർക്ക് ചെയ്യുന്ന യൂണിറ്റാണത്. അപ്പോൾ അതിൻ്റെ ഇവിടെയൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ഫുള്ള് ഗ്രീസിങ് നടത്തുന്നുണ്ട്. വീലുകൾക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് നിലവിൽ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ഈ ഡാംബറിൻ്റെ റബ്ബർ സെറ്റ്, അതായത് ക്ലച്ച് വെയിറ്റ് വന്ന് ടച്ചാവുന്ന ഭാഗമാണത്. അപ്പോൾ ആ ഭാഗം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചതച്ചൽ വരും. അപ്പോൾ അത് നമ്മളൊന്ന് മാറ്റിയിടുന്നുണ്ട്. വലിയ കോസ്റ്റ്ലി ഒന്നും അല്ല, അത് നമ്മൾ കൈയോടെ മാറ്റി കളയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് വെയിറ്റിൻ്റെ കണ്ടീഷൻ, ക്ലച്ച് ഷൂ ആയാലും അതിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതായത് കാര്യമായിട്ടുള്ള തേയ്മാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഈ ഡാംബർ റബ്ബർ സെറ്റ് മാത്രമേ അതിനകത്ത് മാറ്റാം. പിന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമുക്ക് അതിനകത്ത് മാറ്റി പോകുന്നതാണ് കുറേ കൂടി നല്ലത്. പിന്നെ നമ്മളതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എൻജിൻ ഹെഡിൻ്റെ ഭാഗത്ത് നിന്ന് ചെറിയൊരു സൗണ്ടിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ നമ്മളത് അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് വാൽവിൻ്റെ ക്ലിയറൻസിൽ വന്നിരുന്ന വേരിയേഷനാണത് കേട്ടോ. ഇപ്പോൾ ഇത്രയും ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മളത് കറക്റ്റ് ആ ഗേജ് വെച്ചിട്ട് കറക്റ്റ് ക്ലിയറൻസിലേക്ക് ആക്കി ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ സൗണ്ട് നോർമലായിക്കോളും. തന്നെയല്ല അങ്ങനെ കിടന്ന് ഓടുന്തോറും അത് അടിച്ചടിച്ച് വാൽവിൻ്റെ ആ ഭാഗത്ത്, ആ കറക്റ്റ് ആ ഫേസ് വന്ന ഭാഗത്ത് ഒരു ചതഞ്ഞ രീതിയിലേക്ക് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. തന്നെയല്ല നമുക്ക് ഇടയ്ക്ക് ആ ക്ലിയറൻസിലൊക്കെ വേരിയേഷൻ വരും വണ്ടിക്ക്. അപ്പോൾ അത് നമ്മൾ ഓരോ സർവീസിലും നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അത് അഴിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് പോകേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഴിച്ചാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ വർക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പെർഫോമൻസൊക്കെ ഓക്കെയാണ്. ആക്സിലേറ്റർ കേബിളായാലും ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ അതിൻ്റെ സീറ്റിൻ്റെ ഉള്ളിൽ വന്ന ലൈറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹോൾഡറിൻ്റെ ഇവിടുത്തെ വയർ ഇവിടെ നിന്ന് കട്ടായി പോകുന്നേക്കാണ്. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ട് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗം ക്ലിയർ ആയിക്കോളും. പിന്നെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ഈ കണ്ടീഷനിൽ തന്നെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓപ്പൺ വാഷിംഗ് ആയിട്ടാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഫുള്ളായിട്ടൊന്ന് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്തിട്ടാണ് ബോഡി റീസെറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അത്യാവശ്യം വല്ല തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് പെയിൻറ്റൊക്കെ ടച്ച് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാൽ കവറിങ്ങിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ നിന്ന് നമുക്ക് പ്രത്യക്ഷത നമ്മൾ കണ്ണിൽ പെട്ടൊന്നും വരില്ല. അപ്പോൾ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ നോക്കാം. കൂടുതലായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഇതിപ്പോൾ വാട്ടർ സർവീസ് അഴിച്ച് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കൂട്ടത്തിൽ കൈയോടെ നമുക്കത് ചെയ്തു പോകാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ, ആ കോമ്പി ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞ് നിൽക്കണേ. അത് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ കേബിളിൻ്റെ ലെങ്ത്തിൽ വരുന്ന വേരിയേഷൻ. ശരിക്കും പറഞ്ഞാൽ ഇത് ഇത്രയും ഫ്രീ പ്ലേ ഉള്ളതാണ്. ബ്രേക്ക് പിടിക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് അടുക്കാനുള്ളതാണ്. ഇതിൻ്റെ നോക്കുമ്പോൾ കണ്ടോ ഏകദേശം നല്ല രീതിയിൽ തന്നെ അടുത്താണ് ഓൾറെഡി നിൽക്കുക. അത് ഔട്ടർ വലിഞ്ഞ് നിൽക്കുക.
അതിനി അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ ഔട്ടർ വലിച്ചിൽ വരും, ബ്രേക്കായി ലോഡായി കിടന്ന് ഓടുന്ന സിറ്റുവേഷനിലേക്ക് എത്തും. അതില്ലാതിരിക്കാനായിട്ട് നമുക്ക് കൈയോടെ തന്നെ അത് മാറ്റി നമുക്ക് റീസെറ്റ് ചെയ്യാം. ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കണുണ്ട്. 2023 മോഡൽ ബാറ്ററിയാണ് ഇതിന് ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. വോൾട്ടൊക്കെ നമ്മൾ നോക്കുമ്പോൾ 13 വോൾട്ട് വരെ കിട്ടുന്നുണ്ട്. നല്ല വോൾട്ട് ഉണ്ട്, നമുക്ക് കിട്ടുന്നുണ്ട്. ബാറ്ററി ചെക്ക് ചെയ്യുമ്പോഴായാലും ഓക്കെ ആയിട്ടാണ് കാണിക്കണേ, കംപ്ലൈൻ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ഫ്രണ്ടിലെ നമുക്കൊരു പാർക്ക് ബൾബ് വർക്കിംഗ് അല്ലായിരുന്നു, അത് ഒരു സൈഡ് തെളിയുണ്ടായില്ല. അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ മിറർ പിടിപ്പിക്കുന്ന ഈ യോക്ക് ലൂസായിട്ടുണ്ട്, അപ്പോൾ ചെറുതായിട്ടൊരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ആ സൈഡ് മിറർ കംപ്ലൈൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ അത് നമ്മളിപ്പോൾ കറക്റ്റ് പൊസിഷനിൽ നിർത്തിയാലും കുറേ ഓടി കഴിയുമ്പോഴത്തേക്ക് പൊസിഷൻ ചേഞ്ച് ആയി പോകുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആ മിററിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് സെറ്റപ്പ് അടിയാണ് മാറ്റാൻ പറ്റുള്ളൂ. തൽക്കാലം നമുക്കത് അങ്ങനെ തന്നെ സെറ്റ് ചെയ്യാം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പുറമേ അഴിച്ച് മാറ്റാവുന്ന കേസേ ഉള്ളൂ. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ വലിയ പഴക്കമില്ലാത്ത പ്ലഗാണ്. പക്ഷേ എങ്കിൽ കൂടി നമുക്ക് എയർ ഫിൽറ്റർ നമ്മൾ പുതിയത് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതും കൂടെ ഒരുമിച്ചാണ് ചെയ്തു പോകേണ്ടത്. അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ പ്ലഗ് മാറ്റി പുതിയ പ്ലഗ് സെറ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്ലഗ് അങ്ങനെ തന്നെ ക്ലീൻ ചെയ്തിട്ട് വണ്ടിയുടെ സീറ്റിൻ്റെ ഉള്ളിൽ വെച്ചേക്കാം. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആവശ്യം വന്നാൽ ഉപയോഗിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ എയർ ഫിൽറ്റർ മാറ്റുമ്പോൾ ആ കൂട്ടത്തിൽ പ്ലഗ് മാറണമെന്ന് പറയാൻ കാരണം ഇത് രണ്ടും ഒറ്റ സെറ്റ് യൂണിറ്റായിട്ടാണ് നമ്മൾ മാറ്റിവിടേണ്ടത്. കാരണം എയർ ഫിൽറ്റർ കറക്റ്റ് ആ മിക്സ് കത്തിക്കാനായിട്ടുള്ള ഒരു പെർഫോമൻസ് ഇഗ്നിഷൻ പ്ലഗിന് വേണം. അതുകൊണ്ടാണ് രണ്ടും കൂടി ഒപ്പം മാറ്റണമെന്ന് പറയുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഫിൽറ്ററിൻ്റെയും പ്ലഗിൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഓരോ 10,000 കിലോമീറ്ററും കൂടുമ്പോഴും ചേഞ്ച് ചെയ്ത് പുതിയത് ഇടാമെന്നുള്ളതാണ്. കംപ്ലയിൻറ്റ് വരാൻ നോക്കിക്കരുത്, കംപ്ലയിൻറ്റ് വന്നിട്ടല്ല നമ്മളത് ചെയ്യേണ്ടത്, വരാതിരിക്കാനായിട്ട് നോക്കണം. പിന്നെ അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുന്നുണ്ട്. ഓയിലും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുമ്പോൾ എയർ ഫിൽറ്ററിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ് ഈ ഭാഗത്ത്. അത് നമ്മൾ ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെ. അത് ശരിക്കും പൊടിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടത്തിൽ മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ നോക്കാം, വീഡിയോ കാണാം, കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം കേട്ടോ. കാരണം ബെൽറ്റ്, അതേപോലെ തന്നെ ക്ലച്ചിനകത്ത് വന്നങ്ങനെ ക്ലച്ചിൻ്റെ ഡാമ്പർ, ആ റബ്ബർ യൂണിറ്റ്, അതേപോലെ ഫ്രണ്ടിലേക്ക് വന്ന ബ്രേക്കിൻ്റെ കേബിള്, എയർ ഫിൽറ്റർ, പ്ലഗ്, എഞ്ചിൻ ഓയിൽ, അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി കേട്ടോ.